നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹംസ അബ്ദുൽ കരീം അവൻ മിന്നും ഫോമിലാണ്. FC ബാഴ്സലോണയ്ക്ക് ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളൊരു പ്രശ്നം അവനിലൂടെ പരിഹരിക്കപ്പെടാവുന്നതാണ്. പക്ഷേ എക്സ്പീരിയൻസ് കുറവാണ് എന്നുള്ളത് കൊണ്ട് ഫ്ലിക്ക് മറ്റൊരു സ്ട്രൈക്കറെ എത്തിക്കാനുള്ള ശ്രമം തുടർന്നേക്കും. ഏതായാലും ഹംസയുടെ പൊട്ടൻഷ്യൽ അത് ബാഴ്സയ്ക്ക് തീർച്ചയായിട്ടും ഭാവിയിലേറെ ഗുണം ചെയ്യുന്ന ഒന്നാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതാ ബാഴ്സലോണയുടെ സീസൺ ഓപ്പണറായ ജോൻ ഗാംബർ ട്രോഫിയിലും അവൻ ഗോളടിച്ചിരിക്കുന്നു. 2-1 വിജയം അവൻ്റെ മുൻ ക്ലബ്ബായ അൽ അഹ്ലിക്കെതിരെ FC ബാഴ്സലോണ നേടുമ്പോൾ ഹംസയും കൂടെ ക്യാപ്റ്റൻ റാഫീഞ്ഞയുമാണ് ഗോളുകൾ നേടിയത്. റാഫീഞ്ഞയുടെ ഗോൾ പെനാൽറ്റിയിലൂടെയായിരുന്നു. മറ്റൊരു പെനാൽറ്റി ലഭിച്ചിരുന്നു, പക്ഷേ ആൻ്റണി ഗോർഡന് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ജോൻ ഗാംബർ ട്രോഫി ബാഴ്സയുടെ സീസൺ കേർട്ടൻ റൈസറാണ്. മത്സരത്തിൽ ബാഴ്സലോണ അവരുടെ ആദ്യ 11 ഹംസ അബ്ദുൽ കരീം, റാഫീഞ്ഞ, ഫെർമിൻ ലോപ്പസ്, ലമീൻ യമാൽ എന്നിവരെ മുന്നേറ്റത്തിൽ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് കളിക്കാനിറങ്ങിയത്. ബാഴ്സയുടെ സ്ക്വാഡിനെ ആരാധകർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ദിവസമാണല്ലോ ജോൻ ഗാംബർ ട്രോഫിയുടെ ദിവസം. ഏതായാലും കളിയുടെ 29ാമത്തെ മിനിറ്റിലാണ് ഹംസയുടെ ഗോൾ പിറക്കുന്നത്. ബാഴ്സലോണ ലീഡെടുക്കുന്നു. തുടർന്ന് 45ാമത്തെ മിനിറ്റിലാണ് റാഫീഞ്ഞ പെനാൽറ്റി ഗോളാക്കി മാറ്റുന്നത്. ഇടവേള സമയത്ത് 2-0 ബാഴ്സലോണ മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 51ാമത്തെ മിനിറ്റിൽ സിസോയിലൂടെ അൽ അഹ്ലി ഒരു ഗോള് മടക്കി. ഇത് ഫ്രണ്ട്ലി മത്സരമാണ്. നിരവധി സബ്സ്റ്റിറ്റ്യൂഷനുകൾ 2ാം പകുതിയിൽ പിന്നീട് നടത്തി. കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. പെനാൽറ്റി എടുത്തത് ആൻ്റണി ഗോർഡനാണ്. ബാഴ്സയ്ക്ക് വേണ്ടി പെനാൽറ്റി എടുത്ത ഗോർഡന് പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഏതായാലും പ്രീ സീസണിലെ അവസാന മത്സരവും ബാഴ്സലോണ വിജയിച്ചിരിക്കുന്നു. ഇനി സീസണിലെ ആദ്യ ലലീഗ മത്സരത്തിനായിട്ടുള്ള ഇറക്കമാണ്. ഏതായാലും ഈ ഒരു കളി കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ബാഴ്സലോണ മികച്ച രൂപത്തിൽ തന്നെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ആരാധകരുടെ മുന്നിൽ പുതിയ സൈനിങ്ങുകളെയും അതുപോലെ തന്നെ ടീമിനെയും ഒക്കെ പ്രസൻറ്റ് ചെയ്തു. ഹംസ ഒരിക്കൽ കൂടി സ്കോർ ഷീറ്റിലേക്ക് എത്തുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവൻ മിന്നും ഫോമിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബ്രില്യൻ പെർഫോമൻസാണ് റാഫീഞ്ഞയുടെയും ഫെർമിൻ ലോപ്പസിൻ്റെയും ഭാഗത്തുനിന്ന് വന്നത്. സാവി എസ്പാർട്ട് നല്ല രൂപത്തിൽ മധ്യനിര കൈകാര്യം ചെയ്യുന്ന കാഴ്ച കണ്ടു. ഹൂൾസ് കൂണ്ടയെ റൈറ്റ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കോച്ച് കളിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് പകരം റൈറ്റ് ബാക്ക് പൊസിഷനിൽ റിക് ഗാർഷിയാണ് കളിപ്പിച്ചത്. ഏതായാലും ഒരു സ്ട്രോങ് പെർഫോമൻസ് ആണ് ബാഴ്സലോണ പ്രീ സീസണിൻ്റെ അവസാനത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.